ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എങ്ങനെ പെട്ടെന്ന് രണ്ട് സംഖ്യകൾ കൂട്ടാം അല്ലെങ്കിൽ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാം, ഇത് പേപ്പറും പെന്നൊന്നും ഉപയോഗിക്കാതെ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് കടക്കാം. ആദ്യം 839 പ്ലസ് 696. ഇത് സാധാരണഗതിയിൽ നമ്മൾ കൂട്ടുമ്പോൾ ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള 9ഉം 6ഉം തമ്മിൽ ആദ്യം കൂട്ടും അല്ലേ. 9ഉം 6ഉം 15ആണ്. അതിൽ 5 നമ്മളിവിടെ എഴുതി, ബാക്കി 1 ഇടും. 3ഉം 9ഉം 12, 12 1ഉം 13, ബാക്കി 1. 8ഉം 6ഉം 14, 14 1ഉം 15. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഈ 9ഉം 6ഉം, അതായത് ഈ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മളിത് കൂട്ടി വന്നത് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിൽ വെച്ച് കൂട്ടുമ്പോൾ നമ്മൾ ആദ്യം ഈ തിരിച്ചാണ് ചെയ്യേണ്ടത്. അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് കൂട്ടിയിട്ടാണ് പോകേണ്ടത്. നമുക്കറിയാം 9 ഒറ്റയുടെ സ്ഥാനത്ത്, 3 10ന്റെ സ്ഥാനത്ത്, 8 100ന്റെ സ്ഥാനത്ത്, അങ്ങനെ പോകൂലേ. അതുപോലെ 696 ഈ 6 ഒറ്റ, 10 100 ഇങ്ങനെ വരും. അപ്പോൾ ഈ 8ഉം ഈ 6ഉം 100ന്റെ സ്ഥാനത്താണ്. അതായത് അത് ശരിക്ക് അർത്ഥാക്കുന്നത് 800ഉം 600ഉം ആണ് അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? 1400. ആദ്യം നമ്മൾ മൈൻഡിൽ അത് കൂട്ടുന്നു. അടുത്തത് ഈ 3ഉം 9ഉം 10ന്റെ സ്ഥാനത്തല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 30 പ്ലസ് 90, 120. ഇനി 9ഉം 6ഉം ഒറ്റയുടെ സ്ഥാനത്തുള്ള 9 പ്ലസ് 6, ഇത് ചെയ്താൽ എത്ര വരിക? 15. അപ്പോൾ 1400ഉം 120ഉം 1520, 15ഉം 1535. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി ഇത് തന്നെ ചെയ്യുന്നതിന് മറ്റൊരു മാർഗമുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോ ഈ 839 പ്ലസ് 696 അല്ലേ കൂട്ടേണ്ടത്. അതിന്റെ അടുത്ത റൗണ്ടഡ് ഫിഗർ എത്രയാണ്? 6നോട് 4 കൂട്ടിയാൽ 696ഉം 4ഉം 700 ആയല്ലോ. നമ്മൾ 700 കൂട്ടുന്നു. 800ഉം 700ഉം കൂട്ടി 1500 ആണെന്ന് നമുക്കറിയാം. 8 7 15 ആണല്ലോ. അപ്പൊ 800ഉം 700ഉം 1500, 839 700 ആണെങ്കിൽ 1539. ഇതിൽ നമ്മളിവിടെ 4 അധികമായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്ലേ. അത് നമ്മളിവിടെ വെച്ച് കുറയ്ക്കുന്നു. അപ്പോൾ എത്ര വരും? 1535 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ. മറ്റൊരു കണക്ക് നോക്കാം. 93ഉം 52ഉം നമ്മൾ ഇവിടെ 10ന്റെ സ്ഥാനത്ത് 9ഉം ഇവിടെ 5ഉം ഉണ്ട് അല്ലേ. അപ്പൊ 90ഉം 50ഉം 140 പ്ലസ് 3ഉം 2ഉം 5, 145 ആണ് ആൻസർ. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 93 പ്ലസ് ഇവിടെ 52ന് പകരം 50 എടുക്കുന്നു. അപ്പൊ 93ഉം 50ഉം 143. ഇവിടെ നമ്മൾ 2 കൂട്ടിയിട്ടില്ലല്ലോ. 52ന് പകരം 50 അല്ലേ എടുത്തത്. അപ്പോൾ ആ രണ്ടും കൂടി ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 145. ഇതൊക്കെ മനസ്സിൽ ചെയ്യാൻ പറ്റണേ. നമ്മളിതൊക്കെ മൈൻഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. അടുത്ത കണക്ക് 93 പ്ലസ് 59. 93 പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു? 60 കൂട്ടുന്നു. 59ന് പകരം 60 കൂട്ടുക. 59ന്റെ അടുത്ത റൗണ്ടഡ് ഫിഗർ 60 അല്ലേ. അപ്പൊ 90 60 150 153. ഇവിടെ നമ്മൾ 1 അധികം കൂട്ടിയല്ലോ. ആ കൂട്ടിയ 1 ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ 152 കിട്ടും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് കുറയ്ക്കുന്ന കണക്കിലേക്ക് നോക്കാം. 76 കുറയ്ക്കണം 25. നമ്മൾ 76ന്ന്
20 കുറച്ചേക്കാം 56 അല്ലേ? പിന്നെ നമുക്ക് 25 പകരം 20 അല്ലേ കുറച്ചിട്ടുള്ളൂ, ഇനി 5 കൂടി കുറയ്ക്കണ്ടേ? 51. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? നോക്കൂ, 857 കുറയ്ക്കണം 298. അപ്പൊ 857 നമ്മൾ 298 കുറയ്ക്കുന്നതിന് പകരം 300 കുറയ്ക്കാം. നമ്മൾ അധികം 2 കൂടുതൽ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ 800 300 കുറച്ചാല് 500, 557 വരും അല്ലെ? എത്ര കുറച്ചപ്പോ? 298 പകരം 300 കുറച്ചപ്പോ ആണ് 557 വന്നത്. നമ്മൾ 2 അധികം കുറച്ചില്ലേ, അത് നമ്മളിവിടെ കൂട്ടണം. എത്രയാണോ അധികം കുറയ്ക്കുന്നത് അത് കൂട്ടിക്കളയാം. അപ്പൊ 559 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്തൊരു കണക്ക് നോക്കൂ. 66 മൈനസ് 29. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കൂ. 66 എത്ര കുറയ്ക്കാം നമ്മള്? 30 കുറയ്ക്കാം. ഒന്ന് കൂടുതൽ കുറയ്ക്കുന്നുണ്ടേ, 30 കുറച്ചു. അപ്പൊ 66 30 കുറച്ച് കഴിഞ്ഞാൽ 36. അധികം കുറച്ചില്ലേ? ഇവിടെ എത്ര അധികം കുറച്ചത്? 1 അധികം കുറച്ചു അല്ലേ? നമ്മളിവിടെ 29 കുറയ്ക്കുന്നതിന് പകരം 30 കുറച്ചു പോയി. അപ്പൊ ആ അധികം കുറച്ചത് നമ്മളിവിടെ കൂട്ടുന്നു. 37 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.